ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമവും ലഭ്യതക്കുറവും ഇതേ രൂപത്തിലാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് ഹോട്ടൽ അസോസിയേഷൻ. നിലവിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാകുന്നില്ല. സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇരട്ടി വിലയ്ക്കാണ് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു തരുന്നത്. 2-3 ദിവസങ്ങൾ കൂടിയേ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു നൽകാൻ കഴിയൂ എന്നാണ് സ്വകാര്യ കമ്പനികളും അറിയിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. അവശ്യ സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഗ്യാസ് വിതരണം സാധാരണ രീതിയിലായില്ലെങ്കിൽ വരും ദിവസങ്ങളോടെ ഹോട്ടലുകൾ സ്വാഭാവികമായും അടച്ചിടേണ്ടി വരുമെന്ന് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാവരും കച്ചവടക്കാരാണ്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെയാണ് ഹോട്ടൽ വ്യവസായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്യാസ് കിട്ടാനില്ല. ഇന്ന് ഈ ഗ്യാസിന് 3000 രൂപയോളം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഗ്യാസ് സിലിണ്ടർ ഇറക്കിയിരിക്കുന്നത്. അതും ഇന്നും നാളെയും കൂടിയേ ഉള്ളൂ നമുക്ക് കിട്ടാനുള്ള ലഭ്യത ഉള്ളതെന്നാണ് ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. കരിഞ്ഞനീർ കൂടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഗ്യാസ് ഇല്ലാതെ ഈ ഒരു വ്യവസായം മുന്നോട്ട് പോകൽ വളരെ ബുദ്ധിമുട്ടൊരു സാഹചര്യമാണ്. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗ്യാസിൻ്റെ ലഭ്യതയില്ലായ്മയും അതോടൊപ്പം തന്നെ മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധനവും കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയാത്ത ഒരു അനിശ്ചിതത്വത്തിലാണ് ഹോട്ടൽ വ്യാപാരികളുള്ളത്. ഒന്നെങ്കിൽ അടച്ചു പോകേണ്ട ഒരവസ്ഥ വരും, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെയെങ്കിലും മറികടക്കുന്നതിന് വേണ്ടി ആവശ്യം വേണ്ട വിലവർധന വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊക്കെ ഇന്ന് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് 2 ദിവസത്തും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ലഭ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചോളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. സാധാരണക്കാരായ ജനങ്ങൾ എന്നുള്ള ലെവലിൽ യാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. റമളാനിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പല സ്ഥാപനങ്ങൾ അടഞ്ഞെടുക്കണം. ഒറ്റ